ക്ലാവിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ബോൺ ആണ്. ലോങ് ബോൺ ആണെങ്കിൽ പോലും തന്നെ ഇതൊരു സ്ലൈറ്റ്ലി എസ് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ കേർവ്ഡ് ആയിരിക്കും. പിന്നെ ഇതിനെ കോളർ ബോൺ പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ തോളൽ എന്നാണ് പറയുന്നത്. പിന്നെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ബോഡിയിൽ അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ റൂട്ട് ഓഫ് ദ നെക്ക് ആൻഡ് ട്രങ്കിൻ്റെ റൂട്ട് ഓഫ് ദ നെക്കിൻ്റെ ജംഗ്ഷനിലായിട്ട്, അതായത് മിഡിലായിട്ട് ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ബോഡിയിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പെക്യുലാരിറ്റീസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ലോങ് ബോൺ ദാറ്റ് ലൈസ് ഹൊറിസോണ്ടലി. അതായത് ലോങ് ബോൺസ് തന്നെ നമ്മുടെ ശരീരത്തിൽ റേഡിയസ്, ഹ്യൂമറസ് ഒക്കെ ലോങ് ബോൺസ് ആണ്. ബട്ട് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലി ആയിരിക്കും. ബട്ട് ഇതൊരു ലോങ് ബോൺ ആണെങ്കിലും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാസ് നോ മെഡുലറി ക്യാവിറ്റി. മെഡുലറി ക്യാവിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ബോൺസിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് ലൈക്ക് സ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ ക്യാവിറ്റി കാണപ്പെടും. ആ ക്യാവിറ്റിനെയാണ് മെഡുലറി ക്യാവിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഒരുവിധ ബോൺസിൻ്റെയും ഉള്ളിലായിട്ട് നമുക്ക് മെഡുലറി ക്യാവിറ്റി കാണാൻ പറ്റും. ബട്ട് ഇതിന് മെഡുലറി ക്യാവിറ്റി ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സബ്ക്യൂട്ടേനിയസ്. സബ്ക്യൂട്ടേനിയസ് മീൻസ് സ്കിൻ എന്ന്. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് മീൻസ് അണ്ടർ ദ സ്കിന്നിൻ്റെ താഴെയായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്കിന്നിൻ്റെ മുകളിലൂടെ പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ടു ഓസിഫൈ ആൻഡ് ലാസ്റ്റ് ബോൺ ടു കംപ്ലീറ്റ് ഈസ് ഓസിഫിക്കേഷൻ. ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോൺ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു ബോണിൻ്റെ കേസിൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ 206 ബോൺസ് ഉണ്ട്. ആ എല്ലാ ബോൺസും ഉണ്ടാകുന്ന ടൈമിംഗ് വേറെ വേറെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ആദ്യം ബോൺ ഓസിഫിക്കേഷൻ ഉണ്ടാകുന്ന ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതായിരിക്കും ക്ലാവിക്കിൾ. അതേപോലെ തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ഏജിലായിരിക്കും ഓരോ ബോൺസിൻ്റെ ഓസിഫിക്കേഷൻ കഴിയുന്നത്. അതേപോലെ ഈ ക്ലാവിക്കിളിൻ്റെ കേസിൽ ബാക്കി എല്ലാ ബോൺസും ഓസിഫൈ ചെയ്ത് ഫുള്ളായി ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ക്ലാവിക്കിളിൻ്റെ ഓസിഫിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഓൺലി ലോങ് ബോൺ ദാറ്റ് ഓസിഫൈ ഇൻ ദ മെംബ്രെയിനസ് ഓർ കാർട്ടിലേജിനസ് ഓസിഫിക്കേഷൻ. മെംബ്രെയിനസ് ഓസിഫിക്കേഷനും കാർട്ടിലേജിനസ് ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 ഓസിഫിക്കേഷൻ ഉണ്ട്. ബട്ട് ഇതിൻ്റെ കേസിൽ ആ 2 ഓസിഫിക്കേഷനും കൂടെ ആയിരിക്കും ഈ ക്ലാവിക്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം ഈ ക്യൂട്ടനസ് നെർവ്സ് ഒക്കെ ഉണ്ട്. ആ നെർവ്സ് മേ ബി ചിലപ്പോൾ ഇതിലൂടെ പിയേഴ്സ് ചെയ്ത് പോവും, ചിലപ്പോൾ പോവാതിരിക്കും. ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ പെക്യുലാരിറ്റീസിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പാർട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. 3 പാർട്സാണുള്ളത്, 2 എൻഡും ഒരു ഷാഫ്റ്റും. 2 എൻഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻഡ് എന്ന് പറയുമ്പോൾ മീഡിയൽ എൻഡാണ്. ഇതാണ് ഇതിൻ്റെ മീഡിയൽ എൻഡ്. ഇത് കണ്ടോ, ഇത് എൻലാർജ്ഡ് ആയിരിക്കും, അതേപോലെ തന്നെ ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ലാറ്ററൽ എൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഫ്ലാറ്റൻഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മീഡിയൽ 2/3 ലാറ്ററൽ 1/3. മീഡിയൽ സൈഡുള്ളത് മീഡിയൽ 2/3 ലാറ്ററൽ 1/3. അല്ല, ഈ മീഡിയൽ 2/3 കോൺവെക്സ് ഫോർവേഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലാറ്ററൽ 1/3 കോൺകേവ് ഫോർവേഡ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്കിതിൻ്റെ സൈഡ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അനാറ്റമിക്കൽ പൊസിഷൻ നോക്കാം. അപ്പോൾ സൈഡ് ഡിറ്റർമിനേഷൻ പറയാന്ന് വെച്ചാൽ ഈ മീഡിയൽ എൻഡ് മീഡിയലി ആയിരിക്കണം ഫേസ് ചെയ്തിരിക്കേണ്ടത്. അതേപോലെ ലാറ്ററൽ എൻഡ് ലാറ്ററലി ഫേസ് ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഷാഫ്റ്റ് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മീഡിയൽ 2/3 ലാറ്ററൽ 1/3. ആ മീഡിയൽ 2/3 കോൺവെക്സ് ആൻറ്റീരിയർലി ആയിരിക്കണം. അതേപോലെ തന്നെ ലാറ്ററൽ 1/3 കോൺകേവ് ആൻറ്റീരിയർലി ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നോക്കണം. ഇതിൻ്റെ പുറകിലായിട്ട് ഈ മീഡിയൽ 2/3 ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കിവിടെ ഒരു ഗ്രൂവ് കാണാൻ പറ്റും, കറക്റ്റ് ഇവിടെ ആയിട്ട്. അതാണ് ഇത് സബ്ക്ലേവിയൻ ഗ്രൂവ്. അത് ഫേസസ് ഇൻഫീരിയർലി. അപ്പം ഫേസസ് ഇൻഫീരിയർലി മീഡിയൽ എൻഡ് മീഡിയലി, ലാറ്ററൽ എൻഡ് ലാറ്ററലി, മീഡിയൽ 2/3 കോൺവെക്സ് ആൻറ്റീരിയർലി, ലാറ്ററൽ 1/3 കോൺകേവ് ആൻറ്റീരിയർലി, സബ്ക്ലേവിയൻ ഗ്രൂവ് ഫേസസ് ഇൻഫീരിയർലി. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് മീഡിയൽ എൻഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മീഡിയൽ എൻഡ് എന്ന് പറയുമ്പോൾ അത് എൻലാർജ്ഡ് ആയിരിക്കും, ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് ആയിരിക്കും. എൻലാർജ്ഡ് ആയിരിക്കും, ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ. ദെൻ ഈ മീഡിയൽ എൻഡിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു നോച്ച് കാണപ്പെടും. ഈ നോച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേണത്തിൻ്റെ മനുബ്രിയത്തിൻ്റെ അവിടെ ഒരു ക്ലാവിക്കുലാർ നോച്ച് ഉണ്ട്, അവിടെയായിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആർട്ടിക്കുലേഷൻ നോക്കാം. ഇതാണ് സ്റ്റേണം. ഈ സ്റ്റേണത്തിന് 3 പാർട്സാണ്: മനുബ്രിയം, ബോഡി, സിഫോഡ് പ്രോസസ്സ്. അതിൽ ഇതാണ് മനുബ്രിയം, ഇത്രയും പോർഷൻ. ആ മനുബ്രിയത്തിൻ്റെ ഇവിടെയായിട്ട് 2 ഭാഗത്തായിട്ട് നോച്ച് കാണുന്നുണ്ട്.
ഈ നോച്ചിനാണ് ക്ലാവിക്കുലാർ നോച്ച് എന്ന് പറയുന്നത്. ഈ ക്ലാവിക്കുലാർ നോച്ചിലേക്കായിരിക്കും ഇവിടെയുള്ള ഫേസറ്റ് ഓൺ ദ മീഡിയൽ എൻഡ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആർട്ടിക്കുലേഷൻ നോക്കാം. ക്ലാവിക്കിളിൻ്റെ മീഡിയൽ എൻഡാണിത്. അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു നോച്ചിലേക്കായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാറ്ററൽ എൻഡ് നോക്കാം. ഈ ലാറ്ററൽ എൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ഫ്ലാറ്റൻ്റ് ആയിരിക്കും. കണ്ടോ, മീഡിയൽ എൻഡ് പോലെയല്ലല്ലോ, ഫ്ലാറ്റൻ്റ് ആണ്. പിന്നെ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു നോച്ച് കണ്ടോ, ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് സ്കാപ്പുല എന്ന് പറഞ്ഞൊരു ബോണിൻ്റെ അക്രോമിയം പ്രോസസ്സിലെ മീഡിയൻ മാർജിലായിട്ടൊരു ഫേസറ്റ് ഉണ്ട്, അവിടെയായിട്ടായിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കുലേഷൻ നോക്കാം. ഇതാണ് സ്കാപ്പുല. ഈ സ്കാപ്പുലയുടെ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അക്രോമിയം പ്രോസസ്സ്. ഈ അക്രോമിയം പ്രോസസ്സിന് 2 മാർജിനാണുള്ളത്. ലാറ്ററൽ മാർജിനുണ്ട്, മീഡിയൽ മാർജിനുണ്ട്. ഈ മീഡിയൽ മാർജിനായിട്ട് ഇവിടെ ഒരു ഫേസറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഫേസറ്റ്. ഈ ഫേസറ്റ് ആയിട്ടായിരിക്കും ഈ ലാറ്ററൽ എൻഡിലെ ഫേസറ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ. അപ്പോൾ ഫേസറ്റ് ഓൺ ദ ലാറ്ററൽ എൻഡ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ഫേസറ്റ് ഓൺ ദ മീഡിയൽ മാർജിൻ ഓഫ് ദ അക്രോമിയം പ്രോസസ് ഓഫ് ദ സ്കാപ്പുല ആൻഡ് ടു ഫോം അക്രോമിയോക്ലാവിക്കുലാർ ജോയിൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഷാഫ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഷാഫ്റ്റ് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മീഡിയൽ 2/3 ലാറ്ററൽ 1/3. നമുക്കത് ലാറ്ററൽ 1/3 പറ്റി പറയാം. ഇത്രയും പോർഷനാണ് ലാറ്ററൽ 1/3 എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ 1/3 2 ബോർഡർ ഉണ്ട്, അതേപോലെ തന്നെ 2 സർഫസ് ഉണ്ട്. ഇത് കാണാൻ പറ്റും, ഇതൊരു ആൻറ്റീരിയർ ബോർഡറാണ്, ഇത് പോസ്റ്റീരിയർ ബോർഡറാണ്. അതേപോലെ തന്നെ 2 സർഫസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സുപ്പീരിയർ സർഫസ്, ഇതാണ് ഇതിൻ്റെ ഇൻഫീരിയർ സർഫസ്. ഇനി ആൻറ്റീരിയർ ബോർഡറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കോൺകേവ് ഫോർവേഡ് ആയിരിക്കും, ബട്ട് പോസ്റ്റീരിയർ ബോർഡർ കോൺവെക്സ് ബാക്ക്വേർഡ് ആയിരിക്കും. അപ്പോൾ അത് ആൻറ്റീരിയർ ബോർഡറിൽ ഡെൽറ്റോഡ് എന്ന് പറഞ്ഞ മസിൽ, ആൻറ്റീരിയർ ബോർഡറിൽ ഡെൽറ്റോഡ് എന്ന് പറഞ്ഞ ഒരു മസിൽ വന്ന് ഒറിജിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റീരിയർ ബോർഡറിൽ ട്രപ്പീഷ്യസ് എന്ന് പറയുന്ന ഒരു മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആൻറ്റീരിയർ ബോർഡർ കോൺകേവ് ആൻറ്റീരിയർലി അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ഡെൽറ്റോഡ് മസിൽ. അതേപോലെ തന്നെ പോസ്റ്റീരിയർ ബോർഡറിൽ കോൺവെക്സ് ബാക്ക്വേർഡ് ആയിരിക്കും ട്രപ്പീഷ്യസ് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സർഫസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സുപ്പീരിയർ സർഫസ്, ഇതിൻ്റെ ഇൻഫീരിയർ സർഫസ്. ഇതിൻ്റെ സുപ്പീരിയർ സർഫസ് പറയുമ്പോൾ അത് സബ്ക്യൂട്ടനസ് ആയിരിക്കും. അതേപോലെ നെക്സ്റ്റ് ഇൻഫീരിയർ സർഫസ് പറയുകയാണെങ്കിൽ ഇൻഫീരിയർ സർഫസിൽ നമുക്കൊരു ട്യൂബർക്കിളും ഒരു റിഡ്ജും കാണാൻ പറ്റും. ഈ കാണുന്ന ഇതാണ് ട്യൂബർക്കിൾ. ആ ട്യൂബർക്കിളിനെ പറയുന്ന പേരാണ് കോണോഡ് ട്യൂബർക്കിൾ. അതേപോലെ തന്നെ ഇവിടെ ഈ ലാറ്ററലി, ഈ കോണോഡ് ട്യൂബർക്കിളിൻ്റെ ലാറ്ററലി ആയിട്ടൊരു റിഡ്ജ് കാണാൻ പറ്റും. ഇതിലത്ര പ്രൊമിനൻ്റ് അല്ല, ബട്ട് വേറെ ക്ലാവിക്കിൾ നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് ട്രപ്പിസോഡ് റിഡ്ജ്. കോണോഡ് ട്യൂബർക്കിളും ട്രപ്പിസോഡ് റിഡ്ജ് ഇൻഫീരിയർ സർഫസ് ഓഫ് ദ ലാറ്ററൽ 1/3 ഓഫ് ദ ക്ലാവിക്കിളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കോണോഡ് ട്യൂബർക്കിളും ട്രപ്പിസോഡ് റിഡ്ജിലും കൊറോക്കോ ക്ലാവിക്കുലാർ ലിഗമെൻറ്റിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കൊറോക്കോ ക്ലാവിക്കുലാർ ലിഗമെൻറ്റ് എന്ന് പറയുമ്പോൾ, കൊറോക്കോ മീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാപ്പുല ഉണ്ടല്ലോ, സ്കാപ്പുലൊക്കെ ഒരു കൊറക്കോഡ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാവിക്കിളിൻ്റെ ഈ 2 പാർട്ടിൽ നിന്നും ആ കൊറക്കോഡ് പ്രോസസ് ഓഫ് ദ സ്കാപ്പുലയിലേക്ക് വന്നിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതാണ് കൊറാക്കോ ക്ലാവിക്കുലാർ ലിഗമെൻറ്റ്. ഇതാണ് കൊറക്കോഡ് ലിഗമെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് മീഡിയൽ 2/3 പറ്റി പറയാം. മീഡിയൽ 2/3 ബോർഡേഴ്സ് ഒന്നുമില്ല, 4 സർഫസസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാറ്ററൽ 1/3 ഇവിടെ 2 ബോർഡേഴ്സ് ഉണ്ട്, ബട്ട് ഇതിൻ്റെ ഇവിടെ ഫ്ലാറ്റാണ്. അപ്പോൾ ഇതിന് ബോർഡർ ഇല്ല, 4 സർഫസസേ ഉള്ളൂ. അപ്പോൾ ഈ ആൻറ്റീരിയർലി ഫേസ് ചെയ്തിരിക്കുന്നതായിരിക്കും ആൻറ്റീരിയർ സർഫസ്. നേരെ അതിൻ്റെ പുറകിൽ പോസ്റ്റീരിയർ സർഫസ്, മുകളിൽ സുപ്പീരിയർ സർഫസ്, താഴെ ഇൻഫീരിയർ സർഫസ്. നമുക്ക് ഓരോ സർഫസ് വീതം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ആൻറ്റീരിയർ സർഫസാണ്. ആൻറ്റീരിയർ സർഫസ് കോൺവെക്സ് ഫോർവേഡാണ്. അതേപോലെ തന്നെ അവിടെ പെക്ട്രാലിസ് മേജർ എന്ന് പറയുന്ന മസിൽ വന്ന് ഒറിജിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റീരിയർ സർഫസ്. പോസ്റ്റീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ കോൺകേവ് ആയിരിക്കും, ബാക്ക്വേർഡ് ആയിരിക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ സ്റ്റേണോ ഹയോഡ് എന്ന് പറയുന്ന ഒരു മസിൽ വന്ന് ഒറിജിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പോസ്റ്റീരിയർ സർഫസ് സം സ്ട്രക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്ക്ലേവൻ ആർട്ടറിയുടെ 3rd പാർട്ടും അതേപോലെ ബ്രാക്കിയോ പ്ലെക്സസിൻ്റെ ട്രങ്കുമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റീരിയർ സർഫസ്. പിന്നെ സുപ്പീരിയർ സർഫസ്.
സുപ്പീരിയർ സർഫസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേനോ ക്ലീഡോ മാസ്റ്റോഡ് എന്ന് പറഞ്ഞൊരു മസിൽ വന്നിട്ട് ഒറിജിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇൻഫീരിയർ സർഫസിനെ പറ്റി പറയാം. ഇൻഫീരിയർ സർഫസ് നോക്കുകയാണെങ്കിൽ ഇൻഫീരിയർ സർഫസ് നമുക്കിവിടെ ഒരു ഗ്രൂവ് കാണാൻ പറ്റും. ആ ഗ്രൂവിന് പറയുന്ന പേരാണ് സബ്ക്ലേവിയൻ ഗ്രൂവ്. ആ സബ്ക്ലേവിയൻ ഗ്രൂവിൽ സബ്ക്ലേവിയസ് എന്ന് പറയുന്നൊരു മസിൽ വന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സബ്ക്ലേവിയൻ ഗ്രൂവിൻ്റെ ലാറ്ററലായിട്ട് ഇതാണല്ലോ മീഡിയലി, ഇതാണ് ലാറ്ററൽ. അപ്പോൾ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഗ്രൂവ്. ആ ഗ്രൂവിൻ്റെ ലാറ്ററലായിട്ട് നമുക്കൊരു ഫൊറാമൻ കാണാൻ പറ്റും, ഒരു ഫൊറാമൻ ഹോൾ. അതിനെ പറയുന്ന പേരാണ് ന്യൂട്രിയൻ്റ് ഫൊറാമൻ. ഇതിലൂടെ ആയിരിക്കും ന്യൂട്രിയൻ്റ് ആർട്ടറി എൻട്രി ചെയ്തിട്ട് ബോൺസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ന്യൂട്രിയൻ്റ് ആർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബോൺസിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കുക ബ്ലഡിലൂടെ. ന്യൂട്രിയൻ്റ് ആർട്ടറിൻ്റെ എൻട്രി എന്നുള്ള രീതിക്കാണ് ന്യൂട്രിയൻ്റ് ഫൊറാമൻ കാണുന്നത്. പിന്നെ നമുക്കിവിടെ കോസ്റ്റോ ക്ലാവിക്കുലാർ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ ലിഗമെൻ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കോസ്റ്റോ മീൻസ് റിബ്, അതായത് ഈ ക്ലാവിക്കിൻ്റെ താഴെയായിട്ട് നമുക്കൊരു റിബ് കാണാൻ പറ്റും. ഫസ്റ്റ് റിബ് 12 റിബിൽ ഫസ്റ്റ് റിബ് ഇതിൻ്റെ താഴെയുണ്ട്. ആ ഫസ്റ്റ് റിബിലേക്ക് ഈ മീഡിയൽ എൻഡിൻ്റെ മീൻസ് മീഡിയൽ ടൂത്തേഡിൻ്റെ ഇൻഫീരിയർ സർഫസിൽ നിന്ന് കോസ്റ്റോ ക്ലാവിക്കുലാർ, അത് കോസ്റ്റോ ക്ലാവിക്കുലാർ റിബെന്നും ക്ലാവിക്കുലറിൻ്റെ അറ്റാച്ച്മെൻറ്റ് ലിഗമെൻറ്റ് കാണാനും പറ്റും. ഇത്രയൊക്കെയാണ് ഇൻഫീരിയർ സർഫസിൻ്റെ ഫീച്ചേഴ്സ് മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ബോൺ ഓസിഫിക്കേഷനെ പറ്റി പറയാം. ബോൺ ഓസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോൺ ഫോർമേഷനാണ് ബോൺ ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓസിഫിക്കേഷൻ ഉണ്ട്, കാർട്ടിലേജിനസ് ഓസിഫിക്കേഷൻ, മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ. ഇതിൻ്റെ കേസിൽ ക്ലാവിക്കിൾ മെംബ്രെയിനോ കാർട്ടിലേജിനസ് ഓസിഫിക്കേഷനാണ്. 2 ഓസിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ മീഡിയൽ എൻഡും ലാറ്ററൽ എൻഡും ഷാഫ്റ്റുമാണ് ഉണ്ടാകുന്നത്. ഈ മീഡിയൽ എൻഡ് കാർട്ടിലേജിനസ് ഓസിഫിക്കേഷനാണ്. ബാക്കി എല്ലാ പാർട്സും ഉണ്ടാകുന്നത് മെംബ്രെയിനസ് ഓസിഫിക്കേഷനാണ്. പിന്നെ ഈ ഓസിഫിക്കേഷൻ ഉണ്ടാകാൻ 2 സെൻറ്റേഴ്സ് ഉണ്ട്. പ്രൈമറി സെൻറ്ററുണ്ട്, സെക്കൻഡറി സെൻറ്ററുണ്ട്. പ്രൈമറി സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രാ യൂട്രൽ ലൈഫിൽ, അതായത് ബിഫോർ ബർത്തിലായിരിക്കും പ്രൈമറി സെൻറ്റർ ഒരു കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ സെക്കൻഡറി സെൻറ്റർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ബർത്തിന് ശേഷമായിരിക്കും വരുന്നത്. ഇതിൻ്റെ കേസിൽ ഇതിന് 2 പ്രൈമറി സെൻറ്ററുണ്ട്, 2 സെക്കൻഡറി സെൻറ്ററുണ്ട്. ഈ 2 പ്രൈമറി സെൻറ്റർ ഷാഫ്റ്റ് ഉണ്ടാവാനുണ്ടാകുന്നത്. അപ്പോൾ പ്രൈമറി സെൻറ്റർ എന്ന് പറയുമ്പോൾ ബിഫോർ ബർത്തിന് ഇൻട്രാ യൂട്രൽ ലൈഫിൽ ഷാഫ്റ്റിന് വേണ്ടിയിട്ട് 2 പ്രൈമറി സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, അത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈമറി സെൻറ്റർ അപ്പിയർ ചെയ്യുന്നത് 5 അല്ലെങ്കിൽ 6 വീക്സിൽ, ഇൻട്രാ യൂട്രൽ ലൈഫിലെ 5 to 6 വീക്സിലായിരിക്കും പ്രൈമറി സെൻറ്റർ അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ അത് ഫ്യൂസ് ചെയ്യുന്നത് 45th ഡേ ഓഫ് ദ ഇൻട്രാ യൂട്രൽ ലൈഫ്, 45th ഡേ ഓഫ് ദ ഇൻട്രാ യൂട്രൽ ലൈഫിലായിരുന്നു. പിന്നെ സെക്കൻഡറി സെൻറ്റർ ഞാൻ പറഞ്ഞായിരുന്നു ആഫ്റ്റർ ബർത്തിന് ശേഷമാണ്. അത് 2 എൻഡിനും ഓരോ സെൻറ്റർ വീതമാണ്. ഇനി ഫസ്റ്റ് കേസ് മീഡിയൽ എൻഡ് എടുക്കുകയാണെങ്കിൽ ഇതിനൊരു സെക്കൻഡറി സെൻറ്ററാണ് ഉള്ളത്. അത് അപ്പിയർ ചെയ്യുന്നത് 19 അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ സമയത്തായിരിക്കും. അതേപോലെ തന്നെ ഇത് ഫ്യൂസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ഫ്യൂസ് ചെയ്യും. എപ്പോഴാണ് ഉണ്ടാകുന്നത്? ബോൺ എന്താ പറയുക, അവിടെ ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഫ്യൂസ് ചെയ്യും. പിന്നെ സെക്കൻഡറി സെൻറ്റർ അടുത്തത് ലാറ്ററൽ എൻഡിനാണ്. അതും ഒരു സെക്കൻഡറി സെൻറ്ററാണ് ഉണ്ടാകുന്നത്. അത് അപ്പിയർ ചെയ്യുന്നത് 20th ഇയറിലാണ്, അതായത് 20ാമത്തെ വയസ്സിലായിരിക്കും. പക്ഷേ അത് ഫ്യൂസ് ചെയ്യുന്നത് 25ാമത്തെ വയസ്സിലായിരിക്കും. ഓക്കെ, ക്ലിനിക്കലാണ്. നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ക്ലീഡോ ക്രാനിയൽ ഡിസോസ്റ്റോസിസ്. ക്ലീഡോ ക്രാനിയൽ ഡിസോസ്റ്റോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാവിക്കിൾ ഉണ്ടാവത്തില്ല, ഓർ പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ദ ക്ലാവിക്കിൾ. അതിന് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാവിക്കുലർ ഡിസോസ്റ്റോസിസ്. ക്ലാവിക്കുലർ ഡിസോസ്റ്റോസിസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മീഡിയൽ എൻഡും ലാറ്ററൽ പാർട്ടൊക്കെ ഉണ്ടല്ലോ, അതെന്താ ഫ്യൂസ് ചെയ്യത്തില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഈ ബോൺ ഓസിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഷാഫ്റ്റ് 2 സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ സെൻറ്റേഴ്സ് ഫ്യൂസ് ചെയ്യണ്ടേ. ബട്ട് ഈ 2 സെൻറ്റേഴ്സും ഫ്യൂസ് ചെയ്യുന്നില്ല പ്രൈമറി സെൻറ്റർ. അതുകൊണ്ട് തന്നെ ലാറ്ററൽ എൻഡും മീഡിയൽ തന്നെ അതുകൊണ്ട് തന്നെ ഈ ലാറ്ററൽ എൻഡും മീഡിയൽ എൻഡും മീൻസ് 2 പാർട്സും ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. പിന്നെ മൂന്നാമത്തെ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ഫ്രാക്ചറാണ്. മെയിനായിട്ട് ഫ്രാക്ചർ നടത്തുന്നത് വെച്ചാൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ മീഡിയൽ ആൻഡ് ലാറ്ററൽ പാർട്ട്.